കോഴിക്കോട് വടക്കൻ കേരളം നിന്ന് വരാനുള്ളത് പ്രധാനമായും LDFന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഈ കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിനോടുള്ള അവഗണന, ബജറ്റിലെ അവഗണനയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ആദായ നികുതി ഓഫീസിലേക്ക് LDFന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ മലപ്പുറത്തും പാലക്കാടും ഈ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധമാണ്. കോഴിക്കോടൊക്കെ അതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ ഒരു കലക്ടറേറ്റിലേക്ക് ലഹരിക്കെതിരെയുള്ള ഒരു ധർണ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ കോഴിക്കോട് മലപ്പുറം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായി ഈ ധർണ സംഘടിപ്പിക്കുന്നത്. ഇതിൽ കോൺഗ്രസിന്റെ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. കോഴിക്കോട് നോക്കുകയാണെങ്കിൽ ഷാഫി ചാലിയം, ഈ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഷാഫി ചാലിയം, ഈ ദിനേശ് പെരുമണ്ണ, ഈ കോഴിക്കോട് DCC സെക്രട്ടറി ദിനേശ് പെരുമണ്ണി അടക്കം കോൺഗ്രസിന്റെ നേതാക്കളും ഈ ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ ലഹരിക്കെതിരായ ധർണയിൽ പങ്കുചേരുന്നുണ്ട്. ഇത് തന്നെയാണ് ഇന്ന് കോഴിക്കോട് മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള പ്രധാന വാർത്ത. മറ്റൊന്ന്, ഈ ഒരു 13-കാരിക്ക്, താമരശ്ശേരിയിൽ നിന്ന് കാണാതായ 13-കാരിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ ഈ ഒരു 13-കാരിയെ കാണാതായിട്ട് ഈ ഒരു ബന്ധുവായ അജ്നാസിന്റെ കൂടെ തന്നെയാണ് ഈ ഒരു 13-കാരി ഉള്ളത് എന്ന് കാണിക്കുന്ന CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഈ ഒരു തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ഇന്നലെ KSRTC പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് മറ്റ് ജില്ലകളിലേക്ക് കടക്കാനുള്ള സാധ്യത കണ്ടുകൊണ്ടും അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ വടക്കൻ കേരളത്തിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ. ജിൽസി.